2021 മോഡൽ ജി ഓട്ടോമാറ്റിക് 63,000 കിലോമീറ്റർ സിംഗിൾ ഓണർ കമ്പനി സർവീസിലെ ജി ഓട്ടോ 50,000 നമ്മൾ കൊടുക്കുന്നുണ്ട്. ഗിവ് അവേ അതാണ് തുടക്കത്തിൽ പറയുന്നത്. ഗിവ് അവേ ഉണ്ട്, അപ്പോൾ അത് മിസ് ചെയ്യേണ്ട. ഇവരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നമ്പർ ഏതാ മോഡൽ? ഇത് 24 കണ്ടിട്ടുണ്ട്. 24-25 എല്ലാം ഒറിജിനൽ ഹൈ ക്വാളിറ്റി. ഈ രണ്ട് വണ്ടിയും ഹൈ ക്വാളിറ്റി നല്ല വണ്ടിയാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ കോഴിക്കോട് നരിക്കുനിയുള്ള റോയൽ വീൽസിൽ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കൂടെ സിദ്ദിഖുണ്ട്, ബാവക്കുണ്ട്. സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ആണ് ഇവരുടെ ചെയ്തത്. പക്ഷേ ഓൾറെഡി നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും, ഒരുപാട് വീഡിയോസിൽ വേറെ കണ്ടിട്ടുണ്ടാവും. മെയിൻ മാസത്തിലൊരു 3-4 വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ്. ഓക്കെ, മാസത്തിൽ 3-4 വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ടൊയോട്ട വണ്ടികൾ അല്ലേ? ടൊയോട്ട ക്രിസ്റ്റ, ഫോർച്യൂണർ, ഇന്നോവ ക്രിസ്റ്റകൾ ഇപ്പം ഓൾറെഡി നമ്മൾ സ്റ്റോക്ക് ഉണ്ട്. 6 വരുന്നുണ്ട്. ഒരു 7 ഫോർച്യൂണറും ഉണ്ട് ഇപ്പോൾ ഓൾറെഡി. ക്രിസ്റ്റ തരേണ്ട ആള് നമ്മളെ അടുത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത്. എന്നുവെച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്റ്റ നമ്മുടെ അടുത്താണുള്ളത്. ഓക്കെ, അപ്പോൾ കോഴിക്കോട് നരിക്കുനിയാണ് ലൊക്കേഷൻ. ക്രിസ്റ്റയുടെ കാര്യത്തിൽ ഇപ്പോൾ അറിയാലോ, വീഡിയോസ് ഒക്കെ വന്നാൽ കണ്ടിട്ടുണ്ടാവില്ല, ടോട്ടൽ ലോസ് വണ്ടികളുടെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ അത്രയും ചെക്ക് ചെയ്തിട്ട് തന്നെ ഉറപ്പിച്ചിട്ട് നമ്മൾ ഒരുവിധമൊക്കെ ചെക്ക് ചെയ്യാം. നമുക്ക് സെയിൽ ചെയ്യേണ്ട വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഒരുവിധം ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇനി കസ്റ്റമർക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം. നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്തതിന് ആദ്യം വീട്ടിലേക്കല്ല വണ്ടി, ആദ്യം ടൊയോട്ടൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് അവർ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടിയുള്ളൂ. കമ്പനി ആദ്യം കമ്പനി കൊണ്ടുപോയി ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അത്രയും ഫുൾ ഗ്യാരണ്ടിയുള്ള വണ്ടികളാണല്ലോ. ഓക്കെ, നിങ്ങൾക്ക് തന്നെ എന്തായാലും കൊണ്ടുപോയി ചെക്ക് ചെയ്യാനും പറ്റും. ആ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഉറപ്പ് വരുത്താം. ഇവർ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. അതിൻ്റെ കൂടെ ഏത് ഷോറൂം പോയി എടുത്താലും ചെക്ക് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമുക്കൊരു തലവേദന ഇല്ല. ഏറ്റവും കൂടുതൽ നോക്കി എടുക്കുന്നതല്ലേ. അതെ, അപ്പോൾ നിങ്ങളും സേഫ് അല്ല, അവർ മെക്കാനിക്കിനെ കൊണ്ട് ഇങ്ങോട്ട് വരാം. അതെ, അല്ല അവർക്ക് പരിചയമുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാം. കമ്പനി കൊണ്ടുപോയി ചെയ്യലാണ് ഏറ്റവും ബെറ്റർ. കമ്പനി തന്നെ ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഫിസിക്കലിയുള്ള ചെക്കപ്പ് തന്നെ ഇതുപോലെ ടോട്ടൽ ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. വെറും ഹിസ്റ്ററി മാത്രം എടുത്തിട്ട് നോക്കുന്ന പരിപാടിയല്ല പറയുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി ഇൻസ്പെക്ട് ചെയ്യാം, ഫുള്ള് ഫിസിക്കലിയുള്ള ഇൻസ്പെക്ഷൻ നടത്തുക. അതാണ് ഹിസ്റ്ററി ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, ഡീറ്റെയിൽ ഒന്നും. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഇവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് പറ്റി പറഞ്ഞേക്ക്. അതുണ്ട്. നിങ്ങൾ നമ്മുടെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം, അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, റോയൽ വീൽസ് റോയൽ വീൽസിൻ്റെ 3 പേജിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്ത് കയറാം, മാക്സിമം ഷെയർ ചെയ്യുക. അതിൻ്റെ അകത്തുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ 5 പേർക്ക് 10,000 വെച്ചിട്ട് 50,000 നമ്മൾ കൊടുക്കുന്നുണ്ട്. ഗിവ് അവേ അതാണ് തുടക്കത്തിൽ പറയുന്നത്. ഗിവ് അവേ ഉണ്ട്, അപ്പോൾ അത് മിസ് ചെയ്യേണ്ട. ഇവരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് നിങ്ങൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം 3 ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയും ചെയ്താൽ അപ്പോൾ തിരഞ്ഞെടുക്കുന്ന ആൾക്ക് 10,000 വെച്ചിട്ട് 5 പേർക്ക് കൊടുക്കാം. കമന്റ് ചെയ്യണ്ടേ? കമന്റ് ചെയ്താലേ നമുക്ക് അറിയാം. കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യണം. അതെ, അപ്പോൾ കമന്റ് ചെയ്യാം 3 പോയിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അപ്പോൾ എങ്ങനെയാ ഇത് ചെയ്യാം? അതായത് യൂട്യൂബിൽ നിന്ന് ഒരു കമന്റിൽ സെലക്ട് ചെയ്തിട്ട്, പിന്നെ ഇൻസ്റ്റയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട്, പിന്നെ ഫേസ്ബുക്കിൽ സെലക്ട് ചെയ്ത് 3 കൂടി നറുക്കെടുക്കാം. ഓക്കെ, അങ്ങനെയാണ് 3 കമന്റിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് 3 പേരെ വെച്ചിട്ട് പിന്നെ നറുക്കെടുക്കും. ഇൻസ്റ്റ ഏതെങ്കിലും 100K മതി, അപ്പോൾ അതിന് ലൈവായി നറുക്കെടുക്കും. 100K ആവണം. ഇൻസ്റ്റ ഏകദേശം ആവാറായിരിക്കുന്നത്. ഏതെങ്കിലും ഒന്നായാൽ മതി, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഏകദേശം എത്ര എല്ലാവരെയും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തും. ഓക്കെ, അല്ല എത്ര ടൈം കൊടുത്തില്ല. 100K ആയാൽ മതി, പ്രശ്നം. 100K ഇൻസ്റ്റ 100K ആയാൽ മതി, ബാക്കി ഒന്നും പ്രശ്നമില്ല. ഇല്ലല്ലോ, ഒന്നും പ്രശ്നമില്ല. 100K അന്നേരം നടക്കും. നമ്മള് റോയൽ വീൽസ് ഫോളോ ചെയ്യുക, അതന്നെ മെയിൻ ആയിട്ട്. ഓക്കെ, അന്നേരം നറുക്കെടുക്കും. ഓക്കെ, അപ്പോൾ ഇവരുടെ പേജിലെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതിൽ കയറുക, നിങ്ങൾ ചെയ്യുക. അത്രേ ഉള്ളൂ. ബാക്കി ഓരോന്നായിട്ട് നമുക്ക് കാണാം അല്ലേ? ഓക്കെ. ആദ്യ വാഹനം ഇന്നോവ ക്രിസ്റ്റ തന്നെയാണ്. ഹരിയാന രജിസ്ട്രേഷൻ കിടക്കുന്ന വണ്ടി. ഇത് NOC എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടോ? എടുത്തില്ല. ഏതാ മോഡല്? 2020 Z ഓട്ടോമാറ്റിക് 2.4, 90,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി, ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടി. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പക്കാ ചെക്ക് ചെയ്താണ് അല്ലേ? ഫുള്ള് ചെക്ക് ചെയ്താണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കൊണ്ടുവരുവാണെങ്കിൽ ചെക്ക് ചെയ്യാം. അതെ, 20 മോഡൽ 2.4 Z ഓട്ടോമാറ്റിക്. അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് 18,40 കൊടുക്കാം NOC. അപ്പോൾ നിങ്ങളെ RTO എവിടെയാണോ അവിടെ NOC എടുത്ത് കൊടുക്കും. അതെ, മാറണമെങ്കിൽ ഏകദേശം എത്ര വേണ്ടി വരും? ഇത് മാറാൻ 3 ലക്ഷത്തിനടുത്ത് 290, 285 ഏകദേശം റേറ്റിൽ വരും. Z ഓട്ടോമാറ്റിക് ആണല്ലോ. 20 മോഡലുണ്ട്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. നിങ്ങളുടെ RTOയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ക്രിസ്റ്റയാണ്. വേറെ ഇപ്പോൾ സർവീസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാനുണ്ടോ? ജനറൽ സർവീസ് ജസ്റ്റ് സർവീസിന് ടൈം ആയിട്ടുണ്ട് അല്ലേ? എത്ര കോസ്റ്റ് വേണ്ടി വരും ഏകദേശം? അതൊരു 8,000, 9,000 കമ്പനിയിൽ നിന്ന് ചെയ്യണമെങ്കിൽ. ഓക്കെ, 8,000, 9,000. അത് ചിലപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ ചെയ്യണ്ടാവും. നിങ്ങളെല്ലാം ചെയ്തിട്ട് വണ്ടി മെനിയാന്ന് വന്നിട്ടേ ഉള്ളൂ. അത് ശരി.
ഓക്കെ, ഇവർ തന്നെ ചെയ്തിട്ട് തരുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, അങ്ങനെ ഓടിച്ചു കൊണ്ടുപോകും. ഏകദേശം ടൈം ആയിരിക്കുന്നു. ഓക്കെ, എന്തായാലും നോക്കാം, ആ സമയത്ത് നോക്കാം അല്ലേ. അതെ അതെ അതെ. അടുത്ത വണ്ടി അടുത്തത് ഫോർച്യൂണറാണ്. ഫോർച്യൂണർ എന്ന് വെച്ചാൽ ഒറിജിനൽ ഷേപ്പ് തന്നെ നടക്കണം, ഒന്നും മാറിയിട്ടൊന്നുമില്ല അല്ലേ? ഒന്നും മാറില്ല. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2018 ടൂ വീൽ ഓട്ടോമാറ്റിക് 1,49,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി. ടൂ വീൽ ഓട്ടോമാറ്റിക് അല്ലേ? അതെ. 1.49 സർവീസ് എല്ലാം സർവീസ് കറക്റ്റായ സർവീസുള്ള വണ്ടി. എത്ര ഓണർഷിപ്പ് അവിടെ? ഇത് സെക്കൻഡ് ഓണർ. സെക്കൻഡ്. NOC എവിടെ എടുത്തില്ലല്ലോ? NOC എടുത്തില്ല. നമ്മൾ ഒരു വണ്ടി NOC എടുത്തു വെക്കില്ല. അപ്പം നിങ്ങൾക്ക് ഈ അർജന്റായിട്ട് പറയുന്ന ചില കസ്റ്റമർ അർജന്റായിട്ട് അവർ വരുന്ന മാറ്റണം എന്ന് പറയുന്നത് മാത്രമേ അത് എടുത്തു വെക്കുകയും ചെയ്യും. അതിനെന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് റേറ്റ് കുറച്ച് കൊടുക്കലുണ്ട്. ചില അങ്ങനത്തെ 2-3 വണ്ടികളുണ്ട്. അതേപോലെ ഈ ഇന്നോവകളൊക്കെ ഇല്ല, പഴയ 2015 NOC കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, അങ്ങനത്തെ വണ്ടി നമ്മൾ എടുക്കലേ മോഡൽ കൂടി തന്നെ നമ്മളെ അടുത്തുള്ള വണ്ടിക്ക് നമ്മൾ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കും. NOC ആയാലും അങ്ങനത്തെ വണ്ടിയില്ല, എല്ലാം HR അത് ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിക്ക് മാത്രമാണ് പണി വരുന്നത്. ബാക്കി ഡൽഹി വണ്ടി നമ്മളത്തെ തീരെ വണ്ടി ഉണ്ട്. 19 മോഡൽ ക്രിസ്റ്റകളുണ്ട്. കൂടിയ വണ്ടി മാത്രമേ ഉള്ളൂ, അല്ലാത്ത വണ്ടികളൊന്നുമില്ല. അപ്പോൾ 18 മോഡൽ 1.49 ടൂ വീൽ ഓട്ടോമാറ്റിക് 21,90 കൊടുക്കാം. 21,90 NOC മാറണമെങ്കിൽ അതിന് ഒരു 2,83 ലക്ഷം റുപ്യ ഏകദേശം വരും. അതിൻ്റെ ഉള്ളിൽ 3,10 ഇതിൽ വരും. നേരത്തെ വൈറ്റ് കണ്ടില്ലേ, ഇനി അടുത്തത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് എന്ന് വെച്ചാൽ ഇത് വൈറ്റിനെ ബ്ലാക്ക് ആക്കിയതാണ്, എപ്പോഴത്തെ ട്രെൻഡിലേക്ക് മാറ്റിയതാണ്. പക്ഷേ ഇതിന്റെ കിറ്റും കാര്യങ്ങളൊക്കെ ലെജൻഡറിലേക്ക് കൺവേർട്ട് ചെയ്ത് LCന്റെ സ്റ്റാറിംഗ് കാട്ടുള്ളത്. LCന്റെ സ്റ്റാറിംഗ് ആണത്. ഓക്കെ, വലിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ വീഡിയോ നിങ്ങൾ ഓക്കെ. 2017 ടൂ വീൽ ഓട്ടോമാറ്റിക്. 17 ടൂ വീൽ ഓട്ടോമാറ്റിക്. അതെ. ഓക്കെ, 1,67,000 കിലോമീറ്റർ കമ്പനി സർവീസ്, റീപ്ലേസും കാര്യങ്ങളൊന്നും സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ, ഇത് നമുക്ക് 22,90 കൊടുക്കാം. ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണിത്. NOC 22,90. ഇത് മാറണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ബ്ലാക്ക് നല്ല ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, വേറെ ഇപ്പൊ ഒന്നും ചെയ്യാനില്ല അല്ലേ? ഒന്നും ചെയ്യാനില്ല. ഓക്കെ, എല്ലാത്തിനും അത്യാവശ്യം ടയേഴ്സ് ഉണ്ട്. ടയേഴ്സ് പിന്നെ എടുത്ത് പറയണം. നമ്മൾ ഫസ്റ്റ് കണ്ട ക്രിസ്റ്റൊക്കെ ആയാലും, ക്രിസ്റ്റൊക്കെ നല്ല പുതിയ ടയേഴ്സാണ്. അതെ, ഇതൊക്കെ നേരത്തെ പറഞ്ഞ 360 ക്യാമറ ഉണ്ട് കേട്ടോ. നേരത്തെ ഫസ്റ്റ് പറഞ്ഞ സെറ്റ് ഓട്ടോമാറ്റിക് 2020 360 ക്യാമറ വരുന്നുണ്ട് ആ ക്രിസ്റ്റൽ. പുതിയ 4 ടയർ ഉണ്ട്. ഓക്കെ, അതാ പറയുക, ഇതിലൊക്കെ നല്ല അത്യാവശ്യം നല്ല ടയേഴ്സും ഉണ്ട്. എടുത്ത പാട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനുണ്ടാവില്ല, ഒന്നും ചെയ്യാനില്ല, ഓടിച്ചിട്ട് ചെയ്യാം, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ സർവീസ് ഏത് വണ്ടി വേണമെങ്കിൽ നമുക്ക് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് കറക്റ്റായി ഫുൾ വീഡിയോ ഫോട്ടോയും നമ്മൾ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്നതാണ്. പിന്നെ ലോണിന്റെ കാര്യം, ലോൺ നമ്പർ ആയിട്ടേ കിട്ടൂ. തൽക്കാലിക ഒരു മാസത്തേക്ക് ഒരു 20 ദിവസത്തേക്ക് ഒരു പൈസ കാണേണ്ടി വരും. പിന്നെ നമ്പർ ആയ ശേഷം അവർക്ക് ലോൺ എടുക്കുകയും ചെയ്യും. ഒരു 90% ലോൺ ഈ വണ്ടിക്ക് ഒരു വണ്ടിക്ക് എല്ലാം കിട്ടുന്നതാണ്. വീണ്ടും നമ്മൾ ക്രിസ്റ്റയിലെത്തി. ഈ ക്രിസ്റ്റ എന്ന് വെച്ചാൽ നമ്മളിന്ന് കാണിക്കണോ വേണ്ടോ എന്ന് ഇങ്ങനെ തീരുമാനിച്ചപ്പോൾ ഒക്കെ പറഞ്ഞ് നല്ല പ്രൈസാണ് അങ്ങോട്ട് കാണിക്കുക. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോ പോളിഷിങ്ങിൽ നിൽക്കുകയാണ്, കട്ട് ചെയ്ത് വെച്ചേക്കാം. പോളിഷ് ചെയ്തിട്ട് ഞായറാഴ്ച കൊണ്ട് അതെ നാളെ ക്ലിയർ ആവും. കട്ട് ചെയ്ത് വെച്ചേക്കാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വെച്ചാൽ മൊത്തം റഫായ ഫീൽ ആയിരിക്കും. പക്ഷേ പോളിഷ് കഴിഞ്ഞ് വരുമ്പോൾ ന്യൂ ഷേപ്പ് ആക്കി ടൈപ്പ് 3 ആക്കിയത് 2018 G മാനുവൽ 2,30,000 കിലോമീറ്റർ ഓടിക്കുന്നത്. ഫുള്ള് കമ്പനി സർവീസ്, ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്യും. നമുക്ക് ഓഫർ പ്രൈസ് 10,80 ഇത് വണ്ടി കൊടുക്കാം. NOC 2018 മോഡലാട്ടോ വണ്ടി. 18 മോഡൽ 16 പൈസക്ക് 18 മോഡൽ നമുക്ക് കൊടുക്കാം. മാനുവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ആ ഓടിയ മൊത്തം കമ്പനി ഇത് 2,30 ഓടിക്കെങ്കിലും കൂടിയിട്ട് ഒരു 75,000-80,000 ഓടിയ ഒരു ഫീലിംഗ് ആണ് വണ്ടിക്കുള്ളത്. ആ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ടൊയോട്ട തന്നെയാണ്. കിലോമീറ്റർ കൂടുന്നതനുസരിച്ച് വണ്ടി സ്മൂത്ത് ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ഇത് മാറാൻ എത്ര വേണ്ടി വരും? നമുക്ക് മാറാൻ നമുക്ക് ഇതിന് ഒരു 1,40 അത്ര മതിയാവും. ആ റേഞ്ച് മതി അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു അട്രാക്റ്റീവ് പ്രൈസിന് കൊണ്ടുപോകും. ഇതാ ഇപ്പോൾ ബമ്പർ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബമ്പറിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും, അടിപൊളിയാണ് ലുക്ക്. അടുത്ത ക്രിസ്റ്റ ഒരു ഗ്രേ കളറാണ്, ഹരിയാന രജിസ്ട്രേഷൻ തന്നെ. ഇതിങ്ങനെ ഡീറ്റെയിൽ ഇത് 2021 2.4 G ഓട്ടോമാറ്റിക്. ആണ്. ഓൾറെഡി ഈ ഷേപ്പിൽ തന്നെ വരുന്ന വണ്ടിയാണ്. 21 മോഡൽ 1,20,000 കിലോമീറ്റർ കമ്പനി സർവീസ്, ഒരു റീപ്ലേസും ഇല്ല. ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണ്ട്, ഡിക്കി എല്ലാം ഒറിജിനൽ വണ്ടി. നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ എന്തായാലും ഫിസിക്കലി നിങ്ങൾ ചെക്ക് ചെയ്യാറല്ലേ? മൊത്തത്തിൽ നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്ത് എടുക്കുന്നത്. ക്രോസ് മെമ്പർ കുറ്റിയൊക്കെ വർക്ക് എടുത്ത് നമ്മൾ ആൾട്ടോ നാട്ടിൽ നിന്ന് എടുക്കുന്നവരെ അതുവരെ നോക്കിയിട്ട് എടുക്കുന്നുള്ളൂ. ഏത് വണ്ടിയാലും അതിന് 21 മോഡലാണ്. ഇത് നമ്മൾ 16,90 കൊടുക്കുക. ഓട്ടോമാറ്റിക് ആണ്, G ഓട്ടോമാറ്റിക് ആണ്. അതേ സ്ഥാനത്ത് ഓട്ടോമാറ്റിക് വണ്ടി നമ്മളിത് 12.5 ലക്ഷം റുപ്യ വണ്ടിക്ക് വേറെ ഉണ്ട്. 2017-18 ബഡ്ജറ്റ് നമ്മൾക്കൊന്നും വണ്ടി കാട്ടി. അതുപോലത്തെ വണ്ടികൾ വേറെയും കിടക്കുന്നു. കുറഞ്ഞ മോഡലുകൾ വേറെ ഉണ്ട്, കുറഞ്ഞ വിലയിൽ. ഇത് 21 ആയതുകൊണ്ടാണ്. കുറച്ച് വണ്ടികൾ 30-40 വണ്ടി നമ്മൾ ഇത്ര വണ്ടി ഇപ്പോൾ കാട്ടുന്ന വീഡിയോ കാട്ടുന്നത് നമ്മൾ 13 അതിൽ പെട്ട നല്ലൊരു വണ്ടിയാണ് ഈ വണ്ടി. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ കാട്ടിയത്. ഓക്കെ, വേറെ പിന്നെ സർവീസ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഇങ്ങോട്ടേക്ക് മാറാൻ എത്ര വേണ്ടി? 21 മാറാനൊരു 2.10 ആ റേഞ്ച് കാണും. 2,195 ആ റേറ്റിൽ
ഈ മാറാൻ പറയുന്ന ഏകദേശ കണക്കാണ്. ഏകദേശം കണക്കാണ്. RTOയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടാവും, ചിലപ്പോൾ ചില്ലറ ഡിഫറൻസ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ ചൂടായിട്ട് കാര്യമില്ല, ഇത് ഏകദേശ കണക്കാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അതിപ്പോൾ NOC ആയിട്ട് അറിയാൻ കഴിയും, എത്ര അവരതിൻ്റെ വർഷവും മാസവും നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അടുത്ത ക്രിസ്റ്റ, ഇത് വൈൻ റെഡ് കളറാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്തൊരു ക്രിസ്റ്റ കണ്ടു, അതും വൈൻ റെഡ് ആയിരുന്നു. ഇതും വൈൻ റെഡ് ആണ്. ഇവിടെ വൈൻ റെഡ് ഒരുപാടുണ്ട് കേട്ടോ, ഇപ്പൊ തന്നെ 4-5 എണ്ണം ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 2.4 G ഓട്ടോമാറ്റിക്. സെയിം സാധാരണ G+ എന്ന് പറയുന്നുണ്ട്, കുറെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കുറെ ഉണ്ടല്ലോ, കമ്പനി തന്നെ വരുന്നുണ്ടല്ലോ, സെറ്റും കാര്യങ്ങളും ക്രൂസ് കൺട്രോൾ സ്റ്റാരിങ് നോവൽ എല്ലാം വരുന്ന വണ്ടിയാണ്. നേരത്തെ പറഞ്ഞ വണ്ടി അത് തന്നെയാണ്, സെയിം വണ്ടി തന്നെയാണ്. നേരത്തെ 21 ആയിരുന്നു, ഇത് 20 ആണ്. ഇത് എത്ര 1,10,000 രൂപ ഓടിക്കുന്നത്, അതിനേക്കാൾ ഓട്ടം കുറവാണ്. ഓട്ടം കുറവാണ്. കമ്പനി സർവീസ് ഉണ്ട്, സിംഗിൾ ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണ്ട്, ഡിക്കി എല്ലാം ഒറിജിനൽ, ഹൈ ക്വാളിറ്റി. ഈ 2 വണ്ടിയും ഹൈ ക്വാളിറ്റി, നല്ല വണ്ടിയാണ്. എത്ര ചോദ്യം എത്രയാ? ഇത് നമുക്ക് 16-20 കൊടുക്കാം. NOC പ്രൈസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന് ഒരു 10-30,000 കുറയും. ഒരു 1.90 1.80 ആ റേറ്റിൽ വരും ഏകദേശം. അടുത്തത് നല്ലൊരു കാലക്കൻ സ്വിഫ്റ്റ് ആണ്, റെഡ് കളർ, KL11 കോഴിക്കോട് വണ്ടി. വണ്ടി ഫാൻസി നമ്പർ. ഏതാ മോഡൽ? ഇത് 24 കണ്ടിട്ട് 24-25. ഇത് 2018 മോഡലാണ്. 2018 മോഡലാണ്. ഈ വണ്ടി എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. ഇത് കൊണ്ടുപോകുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്, ഈ ഓണർ ഇത് ഇത്രയും കാലം എങ്ങനെ ഇത് കൊണ്ട് നടന്നുള്ളത്, അത്രയും വൃത്തിയെ കൊണ്ടു നടന്നൊരു വണ്ടിയാണ്. 18 മോഡൽ VDI ഡീസൽ സിംഗിൾ ഓണർ വണ്ടി. തപ്പി നടക്കുന്നവരുടെ എടുത്തോ അത്രയും 22-23 മൈലേജ് ഉണ്ട്. പിന്നെ വേറെന്താണ്, ഓട്ടോ എത്ര പോയി? 1,00,000 കിലോമീറ്റർ ഓടി. 1 lakh കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടി. 18 VDI 1 lakh കിലോമീറ്റർ. അതെ, സിംഗിൾ ഓൺഷിപ്പ് തന്നെ കിടക്കും. നല്ല വൃത്തിയുള്ള വണ്ടി, ഒന്നും ചെയ്യാനില്ല. ഒരു ക്ലെയിം ഒന്നും സംഭവിച്ചില്ല. ഒരു ഡോറ് മാറിയിരിക്കുന്നത്, വേറെ ഒന്നും ചെയ്തില്ല. അത് ഗ്ലാസ് ഒന്നും മാറിയില്ല കേട്ടോ, ഡോറ് മാത്രം. ഗേറ്റിന്റെ മേജർ ആക്സിഡന്റ് അങ്ങനത്തെ ഒന്നുമല്ല, ഒരഞ്ഞിട്ട് മാറിയതാവും. അതെ അതെ അതെ. അപ്പോ എത്ര 660 കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. 6,60,000 രൂപയ്ക്ക് 18 VDI നിങ്ങൾക്ക് ഈ ഒരു സ്വിഫ്റ്റ് കൊണ്ടുപോകാം. നല്ല വണ്ടിയാണ്, വൃത്തിയുള്ള വണ്ടിയാണ്. തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും വന്നോ. ലോണും ഒരു 6 ലക്ഷം വരെ കയറൂലേ? ഫുള്ള് ലോൺ കയറും. അടുത്ത വണ്ടി വീണ്ടും ക്രിസ്റ്റ HR അല്ലേ, ഹരിയാന രജിസ്ട്രേഷൻ ആണ്. ഡീറ്റെയിൽ ഇത് 2018 സിംഗിൾ ഓണർ വണ്ടി, വെറും 69,000 കിലോമീറ്റർ കമ്പനി സർവീസുള്ള വണ്ടി. വളരെ ലോ കിലോമീറ്റർ ആണ്. ലോ കിലോമീറ്റർ അല്ലേ? ഓക്കെ. ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണ്ട്, ഡിക്കി, നോ റീപ്ലേസ്. G ഓട്ടോമാറ്റിക് തന്നെയാണ്. കൂടുതൽ G ഓട്ടോമാറ്റിക് ഉണ്ട്. അതെ അതെ. ഇവിടെ ഒരു 15-16 G ഓട്ടോമാറ്റിക് തന്നെ എല്ലാ കളറിലും ഉണ്ട്. ബ്ലാക്ക് വെച്ച് എല്ലാ കളറിലും ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾ തപ്പുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാം. അത്രയും വണ്ടികൾ ഓട്ടോമാറ്റിക്കിലുണ്ട്. ഇപ്പോൾ ഇത് തന്നെ ലോ കിലോമീറ്റർ വണ്ടിയാണ്. 15-15 കൊടുക്കാം. NOC 15-15 മാറണമെങ്കിൽ ഒരു 1.50-55 റേറ്റ് വരും. 15,15,000 രൂപയ്ക്ക് G ഓട്ടോമാറ്റിക് 2018 വെറും 69,000 കിലോമീറ്റർ ഓടിയ ഒരു റീപ്ലേസും ഇല്ലാത്ത ഒരു ക്രിസ്റ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അടുത്ത ക്രിസ്റ്റയാണ് ലെക്സസിന്റെ കിറ്റ്, ഗ്രില്ല്. ഓക്കെ, ഹരിയാന രജിസ്ട്രേഷൻ കിടക്കാണ്. ഡാഷ് ക്യാമറ ഉണ്ട്. 2021 മോഡൽ. G ഓട്ടോമാറ്റിക് 63,000 കിലോമീറ്റർ സിംഗിൾ ഓണർ കമ്പനി സർവീസിലെ G ഓട്ടോമാറ്റിക് തന്നെ, നോ റീപ്ലേസ്. നേരത്തെ കണ്ടെങ്കിലും കിലോമീറ്റർ കുറവാണ്. 63,000 മോഡലുണ്ട്. ഇവിടെ ഒരുപാട് വണ്ടി, ഈ ടൈപ്പ് വണ്ടിയുടെ കുറെ വണ്ടിയുണ്ട്. അപ്പോൾ കസ്റ്റമർ നേരിട്ട് വന്നാലേ നമുക്ക് വണ്ടി കാട്ടി കൊടുക്കാം. എല്ലാം ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലല്ലോ. 21 മോഡലുണ്ട്. ഇത് നേരത്തെ 18 ആയിരുന്നു. 21 മോഡലുണ്ട്. അതെ. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ല. ഒരു ക്ലെയിമും ഇല്ല, ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനൽ. 17-40 കൊടുക്കാം. 17-40 NOC മാറണമെങ്കിൽ 2 ലക്ഷം. 2-10 ഉണ്ടാവും. 10-15 ഉണ്ടാവും. 17-40 നിങ്ങൾക്ക് കൊണ്ടുപോകാം. നേരത്തെ കണ്ടാച്ച 18 മോഡലിൽ 69 ഓടിയിട്ടുള്ളൂ. പക്ഷേ ഇത് 21 63 ഓടിയിട്ടുള്ളൂ. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത ക്രിസ്റ്റ, ഇതും ഗ്രേ തന്നെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 G ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ, 1,24,000 കിലോമീറ്റർ കമ്പനി സർവീസ്, റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. 17 ആണ് അല്ലേ? അതെ. 13-50 കൊടുക്കാം നമുക്ക്. എല്ലാ മോഡലും ഉണ്ട് അല്ലേ? എല്ലാ മോഡലും ഉണ്ട്. 16, 17, 18, 21 വരെ ഉണ്ട് വണ്ടി. 13.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണ്ട്, ഡിക്കി എല്ലാം ഒറിജിനൽ വണ്ടി. NOC പ്രൈസ് ആണ്. മാറാൻ എത്ര കാണോ? 1.5 കാണോ? മാറാൻ 1.40 ആ റേഞ്ച് ഏകദേശം അല്ലേ? ഓക്കെ, വേറെ 45 നീറ്റ് വണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക് ഇത് വണ്ടി ഫുൾ ആയിക്കൊണ്ട് അതാണ് സൈഡിൽ നിന്ന് ഇപ്പോൾ ഫോട്ടോ വീഡിയോ എടുക്കുന്നത്. അത് കൺജസ്റ്റഡ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വണ്ടി അങ്ങോട്ട് മാറ്റി കളിക്കാം അല്ലേ? അത്ര ഒരു 40 വണ്ടി, അതിൽ തന്നെ 28 വണ്ടി ക്രിസ്റ്റ മാത്രം കിടക്കുന്നുണ്ട്. ഓക്കെ,
അടുത്ത വണ്ടിയിലേക്ക് കുറേ ക്രിസ്റ്റ കണ്ടില്ലേ. ഇനി ഒരു ഇന്നോവ കാണാം. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വരുന്ന ഒറിജിനൽ കേരള ഇന്നോവയാണ്. അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന വണ്ടി. അതെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2008 മോഡലാണ്. ന്യൂ ഷേപ്പ് ആക്കിയതാണ്. ഓക്കെ. 3.5 ലക്ഷം കിലോമീറ്റർ ഓടി. പക്ഷെ കിലോമീറ്റർ ഓടി എന്നുള്ള വണ്ടി പക്ക കണ്ടീഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ, ഒറിജിനൽ കേരള വണ്ടി, ഫാൻസി നമ്പർ. 2 എയർ ബാഗ് ഒക്കെ വരുന്ന ഓപ്ഷനാണ്. അതെ 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 അതെ. ഓക്കെ. അന്നത്തെ ഫുള്ള അന്നത്തെ ഫുള്ളല്ല, ജി ആണ്. അല്ലേ? പിന്നെ സെറ്റും കാര്യവും റിവേഴ്സ് ക്യാമറ, സെൻസർ, ബാക്കിയുള്ള അലോവീലെല്ലാം ചെയ്ത വണ്ടിയാണ്. ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇത്രയും ഓടിയ വണ്ടിയാണ്. ഇത് നമുക്ക് 495 ഓഫർ പ്രൈസ് ആയിട്ടാണ് കൊടുക്കുക, ഫിക്സഡ്. ഒറിജിനൽ കേരള ഫൈനൽ റേറ്റ് ആണ് 495. 2008 മോഡല്. പേപ്പറിന്റെ അവസ്ഥ ഉണ്ട് ഇപ്പോൾ എങ്ങനെ? പേപ്പർ 2028 വരെ ഉണ്ടാവും. 28 വരെ പേപ്പറിൽ നിൽക്കുന്ന വാഹനമാണ്. അതെ. 495 ഫൈനൽ റേറ്റ് ആണ്. ഫിക്സഡ് റേറ്റ് നമുക്ക് കൊടുക്കാം. ഇവരെ ലോൺ കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം മോഡല് പഴയതുകൊണ്ട് പാർട്ടി പെട്ടെന്ന് RC മാറണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് മാറുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. അതെ. ഓട്ടോ ഉണ്ട്, പക്ഷേ നല്ല അടിപൊളി ഒരു ഇന്നോവ, നല്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇന്നോവ വേറെ ഉണ്ട്. 2015 ഉണ്ട്, 16 ഉണ്ട്, സെഡ് മാനുവൽ ഉണ്ട്, പല വണ്ടികൾ വേറെ ഉണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാം നമുക്ക് ഇവിടെ കാട്ടാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്, കാണിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഏത് വേണമെന്ന് വിളിച്ചോ, കോൺടാക്ട് നമ്പറിൽ കാറ്റലോഗ് കിട്ടും. ഇനി നമ്മൾ ഡൽഹിയിൽ വണ്ടി എത്തിച്ചു കൊടുക്കാമെങ്കിൽ, പ്രീമിയം വണ്ടി, ലക്ഷറി വണ്ടികൾ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം. അതും പറ്റൂല. നമ്മളെ കൂടെ വരണമെങ്കിൽ വരികയും ചെയ്യും. എന്ത് വേണം ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അടുത്ത ക്രിസ്റ്റ സിൽവർ ആണ്. HR രജിസ്ട്രേഷൻ. ഇതിങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 സെക്കൻഡ് ഓണർ, 1,82,000 കിലോമീറ്റർ. ഏത് ഓപ്ഷൻ? ജി മാനുവൽ. മാനുവൽ വന്നു. ഇത്രയും ഓട്ടോമാറ്റിക് അല്ല. അതെ, റേറ്റ് കുറവുള്ള വണ്ടിയാണ്. നമുക്ക് 11,50 കൊടുക്കാം. 18 വണ്ടി അല്ല. സെക്കൻഡ് ഓണർ ആണ്, കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഗ്ലാസ് മാത്രം. നല്ല വൃത്തിയുള്ള നല്ല വണ്ടിയാണ്. എല്ലാത്തിനും നല്ല മൈലേജ് ഉള്ള വണ്ടിയായിരിക്കും. ഇന്റർകൂളറാണ്. ഒരു 12-13 ഒക്കെ കിട്ടുമായിരിക്കും അല്ലേ? അതിലും കൂടി മാനുവൽ 14 അടുത്തേക്ക് ലോങ് കിട്ടുന്നതാണ്. അത്രയും കിട്ടും. നാട്ടിൽ കൂടി 12 എല്ലാം കിട്ടും, ലോങ്ങിൽ 14 മാനുവലിൽ കിട്ടും അല്ലേ? ചില വണ്ടികൾക്കൊക്കെ ടൊയോട്ടയ്ക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ 18 മോഡലാണിത്. അതെ. പിന്നെ മാറണമെങ്കിൽ എത്ര കാണ്ടി വരും? മാറാൻ ഒരു 1.30-1.35 അത്രേ ഉള്ളൂ. അത്ര ഉണ്ടാവും. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ക്രിസ്റ്റ അല്ലേ? അവസാനത്തെ വാഹനമാണ് ഇന്നത്തെ. ഇത് ഹരിയാനയാണ്. എങ്ങനെ? 2019 ജി മാനുവൽ, 2,30,000 കിലോമീറ്റർ, കമ്പനി സർവീസ്, റീപ്ലേസും കാര്യമോ ഒന്നുമില്ല. കിലോമീറ്റർ ഓടിയ ആ ഇത് നല്ലതും. നമുക്കത് 11,80, 11,60 കൊടുക്കും നെറ്റ്. 11,60 2019 G4 മാനുവൽ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ ഇതിൽ? ഒരു ക്ലെയിം ഇല്ല, ഒന്നുമില്ല. ഓക്കെ. വേറെ പെട്ടെന്ന് നമുക്ക് NOC എടുക്കേണ്ടതാണ്. കസ്റ്റമർ അർജന്റായിട്ട് NOC എടുക്കേണ്ടതാണ് റൈറ്റ് ഇതാക്കിയത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വേണമെങ്കിൽ വന്നോളൂ. പെട്ടെന്ന് തന്നെ മാറ്റി കിട്ടിയാൽ ഈ റൈറ്റിൽ തന്നെയുള്ള ഓട്ടോമാറ്റിക് വണ്ടികൾക്ക് വേറെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ? നമ്മളിപ്പോൾ 13 വണ്ടിയല്ലേ കാട്ടുള്ളൂ. നമ്മളിപ്പോൾ 40ഓളം വണ്ടിയിലാണ് 13 വണ്ടി കാട്ടിയത്. ക്രിസ്റ്റ മാത്രം 28 ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഫോർച്യൂണർ ആണെങ്കിൽ അതുണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും ഇവരുടെ കോൺടാക്ട് നമ്പറിൽ കാറ്റലോഗ് കിട്ടും. അല്ലേ? അതെ. അതിൽ നോക്കി കഴിഞ്ഞാൽ ഫുൾ സ്റ്റോക്ക് അപ്ഡേറ്റ് ആകുന്ന ഡീറ്റെയിൽ കംപ്ലീറ്റ് ആക്കി നമ്മൾ ചാനൽ. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം 50,000 രൂപ 5 പേർക്ക്, അതായത് 10,000 രൂപ വെച്ച് 5 പേർക്ക് ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയറും ചെയ്യുക. അതെ. പേജിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ജസ്റ്റ് ഇവർ നറുക്കെട്ട് എടുക്കുമ്പോൾ കാണിച്ചു കൊടുക്കാനാണ്. അതെ അതെ, നമ്മൾ ഓൺലൈനിലേക്ക് നറുക്കെടുക്കുക. അതായത് 3 എടുക്കണം. അതായത് ആദ്യം ഫേസ്ബുക്കിലെ കമന്റ് നറുക്കെടുക്കുന്നത്, പിന്നെ യൂട്യൂബിലെ കമന്റ് നറുക്കെടുക്കുന്നത്, പിന്നെ ഇൻസ്റ്റയിലെ കമന്റ് നറുക്കെടുക്കുന്നത്. എന്നിട്ട് ഇത് 3 സെലക്ട് ചെയ്തിട്ട് ഓക്കെ. അതായത് 3 പേർക്കല്ല, 5 പേർക്ക് എടുക്കുന്ന 5 പേരായിരിക്കും. അങ്ങനെ ആയിരിക്കും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, വേറൊന്നുമല്ല. 5 പേർക്ക് 10,000 രൂപ വീതം 50,000 രൂപ ഗിവ് വേണ്ട. അപ്പം മറന്നു വേണ്ട, ഇവരുടെ റോയൽ വീൽസിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് കയറി പെട്ടെന്ന് ഫോളോ ചെയ്ത് തുടങ്ങിക്കോ. കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഫോൾഡറിലും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.